സോ ഹലോ ഗൈസ്, എല്ലാവർക്കും ടെക്ടാങ്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഡുവോട്ടോൺ ഇമേജസ് നമ്മൾ ലൈറ്റ് റൂമിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് അധികം ഡിലേ ഇല്ലാതെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലൈറ്റിംഗ് ഉള്ള ഒരു അടിപൊളി ഒരു പോർട്രേറ്റ് ഫോട്ടോ നമ്മൾ ലൈറ്റ് റൂമിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താനുണ്ടെങ്കിൽ നമുക്കതൊക്കെ ചെയ്യാം. ഇവിടെ നമുക്ക് നമ്മുടെ ഇമേജ് ഒന്ന് സെറ്റാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൈസായിട്ട് നമ്മുടെ കളർ ടാബിലോട്ട് പോവാം. അവിടെ പോയിട്ട് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ ടാപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഫക്ട്സ് ടാബിലോട്ട് പോയിട്ട് അവിടെ നമുക്ക് സ്പ്ലിറ്റ് ടോൺ എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ സ്പ്ലിറ്റ് ടോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കളർ നമുക്ക് നമ്മുടെ ഇമേജിൽ കൊടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്കിവിടെ ഹൈലൈറ്റ്സിന് ഒരു കളർ കൊടുക്കാം, അതുപോലെ തന്നെ നമുക്ക് ഷാഡോസിന് വേറൊരു കളർ കൊടുക്കാം. നമുക്ക് ഈ കളേഴ്സ് എങ്ങനെയാണ് കറക്റ്റായിട്ട് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് കളർ വീൽ എന്ന് പറഞ്ഞടിക്കുക. എന്നിട്ട് അതിൽ കാണുന്ന ഓരോ കളറിനും ഓപ്പോസിറ്റായിട്ട് വരുന്ന കളർ വേണം നമ്മളിവിടെ ഹൈലൈറ്റ്സും ഷാഡോസും ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ റെഡാണ് നമ്മൾ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പേർപ്പിളാണ് വരിക. അതുപോലെ തന്നെ നമ്മളൊരു ഓറഞ്ചാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നോർമൽ ബ്ലൂ ആണ് കുറച്ചുകൂടി നന്നായിട്ട് വരിക. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഫോണിലെ ലൈറ്റ് റൂമിൽ തന്നെ ഡുവോട്ടോൺ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നല്ലൊരു എഫക്റ്റാണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിനായാലും അല്ലെങ്കിൽ DP ഒക്കെ കൊടുക്കാനായിട്ട് പറ്റിയ നല്ലൊരു എഫക്റ്റാണ്. നിങ്ങൾക്ക് ലൈറ്റ് റൂമിലോ അല്ലെങ്കിൽ നമുക്ക് സ്നാപ്സീഡിലോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിലായാലും നമുക്കിത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടണോടും പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നമുക്ക് ബേസിക്കായിട്ട് നമ്മുടെ ഒരു ക്യാമറയും അതുപോലെ തന്നെ ഒരു സാധാ ഫ്ലാഷ് ലൈറ്റും പിന്നെ നമ്മുടെ ഒരു പ്ലാസ്റ്റിക് കവറും കൂടി ഉപയോഗിച്ചെടുത്തിരിക്കുന്ന ഒരു അടിപൊളി ഫോട്ടോ ആണിത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ എങ്ങനെ എടുത്തതെന്ന് കാണാനായിട്ട് അതിനെപ്പറ്റി ഞാനൊരു കംപ്ലീറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ മുകളിൽ വരുന്ന ഐക്കാർഡിലും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ ബൈ, പീസ്.